ഹായ് കൂട്ടരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിനടുത്താണ് ചെമ്പിക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു 80ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്തൊരു വലിയൊരു പാറയും ഉണ്ട്. പക്ഷെ പണ്ട് അതിനകത്ത് ഒരു അപ്പൂപ്പനൊക്കെ താമസിച്ചിരുന്നു. അപ്പൂപ്പനൊക്കെ മരിച്ചു പോയിട്ട് കാലങ്ങൾ കുറേയായി. കോവലുകര എന്ന് പറഞ്ഞ ഒരു അപ്പൂപ്പനൊക്കെ അവിടെ താമസിച്ചിരുന്നു ആ പാറയ്ക്കുള്ളിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. പിന്നെ അതിനകത്ത് വലിയൊരു ഗുഹയൊക്കെ ഉണ്ട്, ആ വലിയ പാറയും. പിന്നെ അപ്പോൾ നമ്മൾ ആ താഴെ കാണുന്ന അതാണ് പാറ. അതിൻ്റെ മുകളിൽ ആണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. പോയിട്ടാണ് നമ്മൾ താഴോട്ടൊക്കെ ആദ്യം മുകളിൽ പോയി കയറിയിട്ട് പിന്നെ താഴോട്ടുള്ള വീഡിയോയിൽ എടുക്കാം. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ഉള്ളത് നമ്മുടെ ഇവിടെ താമസിക്കുന്ന ബിമൽ കുമാറാണ്. അദ്ദേഹത്തിൻ്റെ മുഖമൊന്നും വലുതായിട്ട് ക്യാമറയിൽ ഉൾപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുഖം വ്യക്തമായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ബിമൽ കുമാർ നേരെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ കയറി വരുന്ന എടുക്കാൻ വേണ്ടി ഞാൻ ക്യാമറയിൽ കൊടുത്ത് വീണ്ടും ഞാനും പുറകെ കയറി പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി വന്നപ്പോഴാണ് അടിപൊളി നമ്മൾ കാഴ്ചകൾ കണ്ടത്. നല്ല വിശാലമായി നിരന്നൊരു പാറ. നമ്മൾ താഴെ നോക്കിയാൽ അല്ല ഇത്രയും വീതിയുള്ള പാറയെന്ന് തോന്നിക്കില്ല. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു പാറ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലാണ് ഈ ഒന്നിലേക്കാണ് കയറിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളെ പാറയിൽ കിടക്കുന്ന ഓന്ത് നല്ല കളറുള്ള ഉള്ളിൽ നമ്മൾ കയറി വരുന്ന കണ്ടിട്ട് ഇതാകുമ്പോൾ താഴെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ കയറി ചെയ്യുന്ന പ്രത്യേകം നമ്മളെ വരയാട് മുട്ടയൊക്കെ ദൂരെ അങ്ങ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം നല്ല വേനൽക്കാലമായിട്ട് അടിപൊളിയായിട്ട് കാണാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകം താഴുന്ന ഒരു വെറ്റ നട്ട് നമ്മളിവിടുത്തെ ഒരു മാമൻ വെറ്റയൊക്കെ നട്ട് ഈ പാറയിൽ പടർത്തി വിട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ നമ്മളെ നാട്ടിലുള്ള വെറ്റയും പടർന്ന് കിടപ്പുണ്ട്. തെങ്ങ് കണ്ട താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രത്തോളം നല്ല ഉയരത്തിലാണ് ഈ പാറ. ഇതിൻ്റെ നമ്മൾ ഇപ്പോൾ കയറിയ ഈ പാറയുടെ പുറകിൽ ഇവിടെയാണ് നമ്മൾ കയറി വന്നത്. ഇനി നമ്മൾ ഈ കാണാൻ വേണ്ടി പോകണം. ഇവിടെ എല്ലാം ഈ പാറ കംപ്ലീറ്റ് മുകളിൽ കണ്ടിട്ട് താഴെ പോയി ഉള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ തെങ്ങ് വരെ ഇപ്പോൾ വീണ്ടും നമ്മൾ വന്നിരുന്ന ആ ഓന്ത് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. വീണ്ടും താഴെയായിട്ട് ഇറങ്ങിപ്പോയി. പാറയിൽ ഉണക്ക മീൻ ഒരു മായാരൊന്നും ഇത്രയും വലിയ പാറയിലാണ് മീൻ. അപ്പോൾ നമ്മളെ മീൻ പാറയിലിട്ട് ഉണക്കുന്ന കാഴ്ചകളൊന്നും കണ്ടത് കേട്ടോ. അത് നല്ല കരോടായി കിടക്കുക തന്നെ. പാറയിൽ നിന്ന് നല്ല ചൂടടിച്ച് 3 അയലമീനാണെന്ന് തോന്നുന്നു നല്ലവണ്ണം ഉണങ്ങി കരിഞ്ഞ് കിടപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ വീണ്ടും താഴെ ഇറങ്ങി. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണണം. അത് പുറകെ കൂടെ നമ്മളിപ്പം പുറകെ കൂടെയാണ് ഈ പാറയുടെ മുകളിലോട്ട് കയറിയത്, മണ്ടയിൽ കയറിയത്. ഇനി ഇതിലെ ഇറങ്ങി ഈ കല്ല് കാണുന്ന ഈ ഗുഹയ്ക്ക് അകത്തൂടെയൊക്കെ ഇറങ്ങിയിട്ടാണ് നമുക്ക് ആ ഫ്രണ്ടിലോട്ട് പോകാൻ വേണ്ട. അടിപൊളി ഈ നല്ല ഇതിനകത്തൂടെ നടക്കാനൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അടിപൊളി കാഴ്ചകളുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകെയാണ് ഈ ആളുകൾ പണ്ട് താമസിച്ച സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇനി നമ്മൾ കയറി പോകുന്ന ഒരു ഗുഹയ്ക്ക് ഒത്തിരിയാണ്. ഇവിടെ ഇതിനകത്ത് ഭയങ്കരമായ നല്ലൊരു ഗുഹയുണ്ടെന്നാണ് പറയണത്. പക്ഷെ അത് നമ്മളിപ്പം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ടോർച്ച് നമ്മളെ കയ്യിലില്ല. അപ്പോൾ ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇതിനകത്തൂടെ ഉള്ളിലോട്ട് കയറി പോകണം. നല്ല ഇരുട്ടുമുണ്ട്. ഇതിന് ഇവിടുന്ന് ഈ കാണുന്ന ഉള്ളിലോട്ടാണ് വലിയൊരു ഗുഹയുണ്ടെന്നാണ്. പക്ഷെ അവിടെ പോയി എണീറ്റൊക്കെ നിൽക്കുക എന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ നമുക്ക് കയറാനുള്ള വഴിയൊന്നുമില്ല, കാരണം നല്ല ഇരുട്ടായിപ്പോയി, ഒന്നും കാണാൻ വയ്യ. അപ്പോൾ നമ്മളെല്ലാം ടോർച്ചൊന്നുമില്ല. വീണ്ടും നമ്മൾ പുറകെ തിരികെ ഇറങ്ങി. ഒരു കടന്നിലേക്ക് അങ്ങനെ നമ്മൾ പുറകെ ഇറങ്ങിയത് അവിടെ നല്ലൊരു കൂടാൻ കിടന്നത്. കൂട് വയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെ ഒരു വലിയൊരു അമുട്ടിൻ്റെ വണ്ണമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത് കയറി പോകേണ്ട ഈ പാറയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ 2 പാറയും തൊട്ട് ഭയങ്കര ഇതിനകത്ത് കയറിയില്ല ഗുഹ പോലെ അങ്ങോട്ട് ഇങ്ങനെ വഴി തെറ്റി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിന് പുറകെ ഇതാണ് നമ്മൾ നേരത്തെ കയറിയ പാറയുടെ ഫ്രണ്ട് സൈഡ് താഴെ. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നതാണ് ഈ കുളത്തിങ്കരയിലെ അപ്പ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ചെമ്പിക്കുന്നിൽ കുളത്തിങ്കര എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ഥലം, കുളത്തിങ്കര. അതാണ് കുളത്തിൻ്റെ അടുത്താണ് കുളത്തിങ്കര എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. അപ്പൂപ്പനൊക്കെ താമസിച്ച സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മേളിലൊക്കെ കയറി അതിൻ്റെ ഏറ്റവും മേളിലൊക്കെ ആ പാറയുടെ കയറി താഴെ മണ്ടയിലേക്ക് പോയി നടന്നിട്ട് തിരിച്ച് താഴെ വന്ന് ഇതാണ് ഈ പാറയുടെ ഏറ്റവും ഫ്രണ്ട് സൈഡ്. ഇതാണ് കുളത്തിങ്കര മുത്തം താമസിച്ച അപ്പ്. ഈ കരിയല്ലേ നീ പറഞ്ഞത്? ഈ പാറയിൽ ഇങ്ങനെ കറുകറ കാണുന്നത്
വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഴയ കാലത്തെ ഇവിടെ ആൾ താമസമുണ്ടെന്നൊരു തെളിവാണ്. അതാണ്ട് ഇവിടെ അടുപ്പ് വരെയുണ്ട്. ഇതിനകത്ത് നനയൊന്നുമില്ല. ഇവിടെ അവർ കിടന്നിട്ടാണ് തീയൊക്കെ വെച്ച് കത്തിച്ച് ആ പുകയടിച്ച ആ കളറാണ് കറ കാണുന്നത്. അന്നത്തെ കാലത്തെ വലിയൊരു കൊട്ടാരം. അടിപൊളി നനയില്ല. പക്ഷെ ഇപ്പോഴും നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ. വെയിൽ മങ്ങിയോണ്ട് ഒരു ഇതൊക്കെ വെയിൽ മങ്ങിയോണ്ട് 4-5 പേർക്കൊക്കെ ഇതിനകത്ത് മഴ പെയ്താലും സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇത്ര വലിയ മഴയായിരുന്നാലും നനയൂല. അടിപൊളിയല്ലേ ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട് തോന്നുന്നു. ഉണ്ട്. ഇതിൽ ഉണ്ട് വഴിയുണ്ട്. അങ്ങനെ ആ പാറപ്പോട്ടിനകത്തൊക്കെ പുറത്തേക്ക് വന്ന് ചാടിയേ. ഉണ്ട് ഈ കാണുന്ന വാഴയും കമ്പൊന്നും കണ്ടിട്ട് പറയണ്ട ഇത് ആനയൊന്നും വരില്ല. പക്ഷേ ഇവിടെ എല്ലാം ആന വന്ന് നടക്കുന്ന സ്ഥലം തന്നെയാണ്. ആനേൻ്റെ കണ്ണിത്തപ്പി നിൽക്കുന്ന വാഴയൊക്കെയാണ് നിൽക്കുന്നത്. നമ്മൾ ദൂരെ നിന്ന് കണ്ട പാറ ഉണ്ട്. അതുകൊണ്ട് ഇത്രയും ദൂരത്തിന് കാണാൻ പറ്റും. ഏറ്റവും നല്ല ഉയരമുള്ള പാറ തന്നെ. നമ്മൾ ഇതിൻ്റെ പുറകെ കൂടെ നേരത്തെ വന്നത്. അതിൻ്റെ മേളിൽ കയറിയത്. രണ്ട് മൂന്ന് എപ്പിസോഡെങ്കിലും ഇത്ര നല്ല വേനൽക്കാലത്തും ഇപ്പോഴും താമസിക്കണമെങ്കിൽ ഒരു കുടുംബത്തിന് താമസിച്ചുള്ള വെള്ളമൊക്കെ ഈ പാറയ്ക്ക് അടിയിൽ തന്നെ ഉണ്ട്. പിന്നെ മഴക്കാലത്ത് പാറയ്ക്കുള്ളിൽ നല്ല ശരിക്കും വെള്ളമുണ്ടെന്നാണ് പറയുന്നത്. മഴ പെയ്യും കേട്ടോ. പിന്നെ ഈ പാറയെക്കുറിച്ചും പാറയപ്പനെ പറ്റിയൊക്കെ കുറേ പഴയ ആൾക്കാർക്കാണെങ്കിൽ അവർ ചരിത്രങ്ങളൊക്കെ അറിയായിരുന്നു. കാണാൻ കേട്ടോ. ഇവിടെ കാണാം. അടിപൊളി. അപ്പേ തലങ്ങനായിരിക്കാം. അവിടെ ഇനി നമുക്ക് രണ്ടാമത്തെ ആ പാറേൻ്റെ മുകളിലേക്ക് കയറാം. അതും പുറകെ കൂടെ വന്ന് കയറാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ 2 പാറയുടെയും അടിസ്ഥലമൊക്കെ നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ പാറയുടെ മുകളിലാണ് ഇതാണ്. ഇവിടെ നല്ല നിരന്ന നല്ല പ്ലേസാണ്. നല്ല അടിപൊളി സ്ഥലം. ഇവിടെ നിന്ന് പുറത്തൊക്കെ മുട്ട അടിപൊളി കാണല്ലേ. കണ്ട ഇത് കണ്ട, ഇതാണ് നമ്മൾ നേരത്തെ ആ പുറകെ കൂടെ വന്ന് ആദ്യം കയറിയ പാറയാണ് കാണുന്നത്. അപ്പോൾ ഇത് നമ്മളെ അങ്ങ് ദൂരെ കാണുന്ന വരയാട് മുട്ട തന്നെ. വീണ്ടും നമ്മൾ നേരത്തെ ആ പാറയിൽ നിന്ന് കണ്ടതും ഈ പാറയിൽ നിന്ന് കണ്ടതും ഒരേ കണക്ക് നല്ല ഉറക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ 2 പാറ തമ്മിൽ ഒരു 10 മീറ്റർ ദൂരമേ ഉള്ളൂ അപ്പുറവും ഇപ്പുറവും കയറി വരാൻ.